ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ഈ വീഡിയോ വഴി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ PWD സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറണം. ലിങ്കിൽ കയറി കഴിയുമ്പോഴത്തേക്ക് പാൻ കാർഡ് നമ്പർ, പാസ്വേഡ്, ക്യാപ്ച എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിന് ഏറ്റവും താഴെ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ. ശേഷം രജിസ്റ്റർ ഹിയർ എന്നുള്ളതിൻ്റെ അത് കൊടുക്കുക. അതിനുശേഷം പാൻ കാർഡ് നമ്പർ, നെയിം ഓഫ് ആപ്ലിക്കൻ്റ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ക്യാപ്ച എൻ്റർ ചെയ്യണം. അതിനുശേഷം മൊബൈലിലും ഇമെയിലിലും വരുന്ന OTP എൻ്റർ ചെയ്ത് നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കോൺട്രാക്ട് പോർട്ടലായ പ്രൈസ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ കോൺട്രാക്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം ആ പോർട്ടലിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ ഡോക്യുമെൻറ്റും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ വഴി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലോട്ട് സബ്മിറ്റ് ചെയ്യുന്നതും അവരവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നതും അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ലൈസൻസ് അപ്രൂവ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. 1 പേഴ്സണൽ ഡോക്യുമെൻറ്റ്, 2 ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്, 3 എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, 4 ടെക്നിക്കൽ എലിജിബിലിറ്റി പ്രൂഫ്. അതിനകത്ത് പേഴ്സണൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള പ്രൂഫ്, SSLC ഓർ ബർത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റിന് കീഴിൽ വരുന്നത് ലാസ്റ്റ് ഇയർ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സിന്റെ ടാക്സ് റിട്ടേണിന്റെ കോപ്പി, പിന്നെ GST സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ. അത് ഓപ്ഷനിലാണ്. ടേൺ ഓവർ അനുസരിച്ചാണ് GST രജിസ്ട്രേഷൻ റിക്വയർഡ്. വലിയ ടേൺ ഓവർക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ GST രജിസ്ട്രേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ അറിവ് വെച്ച് 40 ലക്ഷം വരെ GST രജിസ്ട്രേഷൻ ആവശ്യമില്ല. പിന്നെ നേരത്തെ കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് വേണമായിരുന്നു. അതായത് 50 ലക്ഷം, 1 കോടി രൂപ ഈ പറഞ്ഞ ആൾക്ക് ആസ്തി ഉണ്ട് തെളിയിക്കുന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ C ക്ലാസ് ലൈസൻസും D ക്ലാസ് ലൈസൻസും ഗവൺമെൻറ് റീസെൻ്റ്ലി അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോൺട്രാക്ട് ലൈസൻസിലുള്ള പേയ്മെൻറ്റ് അടച്ച് ഒരു റെസിപ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യണം. അടുത്തായിട്ട് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റിലോട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ ട്രഷറിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് 5.5 വർഷത്തേക്കിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പ്ലെഡ്ജ് ചെയ്ത് ആ പ്ലെഡ്ജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ ഒറിജിനൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ ഹാജരാക്കുകയും വേണം. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ആണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇന്ന വ്യക്തിനെ അറിയാമെന്നും ഇന്ന വ്യക്തി ഇന്ന വർക്കുകളിൽ ചെയ്ത് പരിചയമുണ്ടെന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്റ്റ് കീഴിൽ ഇന്ന വർക്കുകളിൽ ചെയ്ത് പരിചയമുണ്ടെന്നുള്ള രീതിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അതിന് ഒരു പെർഫോമയുണ്ട്. ആ പെർഫോമയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം നിങ്ങൾ മേടിച്ച് അപ്ലോഡ് ചെയ്യണം. പിന്നെ അടുത്ത് വേണ്ട കോൺട്രാക്ടർ ചെയ്യുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അതിൻ്റെ അകത്ത് മേടിക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് 3 വർഷം മൊത്തം 50 ലക്ഷത്തിൻ്റെ ഒന്നിൽ കൂടുതൽ വർക്കാണെങ്കിൽ മൊത്തം 50 ലക്ഷത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇന്ന കോൺട്രാക്ടർ കീഴിൽ ഇന്ന വർക്കുകളിൽ അസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് ചെയ്തിട്ടുണ്ടെന്ന് ആ കോൺട്രാക്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യണം. ഇല്ലെങ്കിൽ 25 ലക്ഷം രൂപയുടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് തന്നാലും മതി. അടുത്ത വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എലിജിബിലിറ്റി പ്രൂഫാണ്. ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പോൾ സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് വയ്ക്കാം. അത് ഓപ്ഷനിലാണ്. അത്